കൂട്ടുകാരെ സുഗമോ ദേവി പൊളി 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 പ്രൊമോ. അതേ കൂട്ടുകാരെ, സുഗമോ ദേവി എന്നല്ല, ശരിക്കും സുഗമോ പ്രഭാവതി. പ്രഭാവതിയുടെ കഥയാണ് ഇപ്പോൾ ഇത് അല്ലെ. ദേവി ഒരു സൈഡായിട്ട് മാറിക്കഴിഞ്ഞു കൂട്ടുകാരെ. ഇന്നത്തെ ആ ഒരു അടിപൊളി പ്രൊമോ ആയിട്ട് നമ്മുടെ പ്രഭാവതിയും നന്ദനും ഗിരീഷും കൂടി തേവർക്കാട്ട് വീട്ടിൽ വരികയാണ്. അപ്പൊ നന്ദൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് ത്യാഗരാജനെ കാണണമെന്ന് ഒരേ നിർബന്ധം എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രഭാവതിയും പറയുന്നുണ്ട് എനിക്കൊന്ന് അവനെ കാണണം, നീ അന്ന് അവളെ വിളിച്ച് എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് നിന്റെ പഴയ മട്ടും പാവമൊന്നും അല്ലല്ലോ, നീ ആകെ മാറിയിട്ടുണ്ടല്ലോ എന്ന് നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട്. അപ്പൊ പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ പണ്ട് ഇതേപോലെ തന്നെയായിരുന്നു, ഇടക്ക് വെച്ച് ഞാനൊന്ന് താഴ്ന്നു പോയി, പക്ഷെ വീണ്ടും ഞാൻ ആ പ്രൗഢിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതി തന്നെ ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി അവിടെ നിൽക്കുന്നു, തനുജ അവിടെ ആകപ്പാടെ എന്താണ് ഈ ആന്റിക്ക് പറ്റിയെന്നുള്ള രീതിയിൽ തനുജയെ നോക്കി നിൽക്കുന്നു. പ്രഭാവതി ആണെങ്കിൽ തേവർക്കാട്ട് വീട് പിടിച്ചടക്കിയ പോലെ അവിടെ തുമ്മറത്ത് കയറി കസേരയിലൊക്കെ ഇരിക്കുന്നു. നന്ദൻ പ്രഭാവതിയുടെ കൈയൊക്കെ തിരുമ്മി കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ പ്രഭാവതിയോട് പറയുന്നത് നീ ഒന്ന് അവനെ വിളിക്കടി, നേരം കളയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ത്യാഗരാജനെ കാണാൻ വേണ്ടി. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് നീ എന്തിനാ അവനെ കാണണം, ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രഭാവതി എന്നാ ഞാൻ തന്നെ അവനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോണൊക്കെ വലിയ ആളായിട്ട് ഡയലൊക്കെ ചെയ്ത് നമ്മുടെ ത്യാഗരാജൻ എടാ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേടാ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പൊ ചന്ദ്രമതി ആകെ ഞെട്ടി നിൽക്കുവാട്ടെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്, അവൻ എന്തിന് പ്രഭാവതിയെ പേടിക്കണം എന്നുള്ള രീതിയിൽ ആകപ്പാടെ കിളി പോയി നിൽക്കുവാട്ടോ നമ്മുടെ ചന്ദ്രമതിക്ക്. എന്തായാലും കാത്തിരുന്നതന്നെ കാണട്ടെ, ഒരു പൊളി പ്രഭാവതിയായിട്ടോ നമ്മളിനി കാണാൻ പോകുന്നേ. നോക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.